പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 161 വചനത്തിൻ്റെ തഫ്സീറിൽ ചില മസ്അലകളെയാണ് ഏതാനും ചരിത്രങ്ങളുടെ സാക്ഷ്യത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായത്. വമാതു വഹും കുഫാർ എന്നിടത്ത് വഹും കുഫാർ എന്ന ഖൈദ് ഉള്ളതിനാൽ മനസ്സിലാക്കേണ്ട മസ്അലകളെയാണ് അവിടെ നമ്മൾ ശ്രവിച്ചത്, പഠിച്ചത്. അനുബന്ധമായി മറ്റൊരു മസ്അല കൂടി അനിവാര്യമായും ഇവിടെ അറിയേണ്ടതുണ്ട്. അത് ഹനഫി, ഷാഫിഈ, ഹംബലി മദ്ഹബുകളിൽ പ്രസിദ്ധമായ ഒരു ഹുക്കുമാണ്. എന്തെന്ന് വെച്ചാൽ, ഒരു നിർണിതമായ കാഫിർ, അവനോട് ലഅനത്ത് ആകാമോ അല്ലെങ്കിൽ അവൻ്റെ വിഷയത്തിൽ ലഅനത്ത് ആകാമോ? ഈ മൂന്ന് മദ്ഹബും ലാ യജൂസു ലഅനുഹു, അങ്ങനെ ഒരു കാഫിറിനെ ലഅനത്ത് ചെയ്യൽ അനുവദനീയമല്ല. ലിഅന്ന ഹാലഹു ഇൻദൽ വഫാ ലാ തുഅലം, കാരണം അവൻ മരണസമയം അവൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത് അറിയപ്പെടുന്ന വിഷയമല്ല. വഖദ് ശറത്തല്ലാഹു ഫീ ഇത്ലാഖിൽ ലഅനത്തിൽ അൽ വഫാത അലൽ കുഫർ, ലഅനത്ത് പറയുമ്പോൾ കുഫറിൽ മരണപ്പെടുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപാധിയാക്കിയിരിക്കുന്നു, ഷർത്താക്കിയിരിക്കുന്നു. വദാലിക ഫീ ഖൗലിഹി തആല, എവിടെയാണ് അല്ലാഹു കുഫറിൽ മരണപ്പെടുക എന്നത് ഷർത്താക്കിയത്? ഈ വചനത്തിൽ, നമ്മുടെ ഈ 161 വചനം, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ എന്നായത്. വലിഅന്ന ലാ നദ്രി മാ യുഖ്തമു ബിഹി ലിഹാദൽ കാഫിർ, ഈ ശപിക്കപ്പെടുന്ന കാഫിർ, അയാൾ എങ്ങനെയാണ് അയാളുടെ അന്ത്യം കുറിക്കപ്പെടുന്നത് അത് നമുക്കറിയില്ല. അതിനാൽ അപ്പോൾ ഇവിടെ വമാതു വഹും കുഫാർ എന്നുള്ള ഈ ഒരു ഷർത്ത് അല്ലെങ്കിൽ ഈ ഒരു ഖൈദ് ഭൂരിപക്ഷം ഫുഖഹാക്കൾ ഒരു കാഫിറിനെയും അവൻ ജീവിച്ചിരിക്കുന്ന കാലം ലഅന ചെയ്യാൻ പാടില്ല, അത് അനുവദനീയമല്ല എന്നതിന് തെളിവുദ്ധരിച്ച വചനമാണ്. ഈ വിഷയത്തിൽ പ്രബലമായ അഭിപ്രായവും ഇതുതന്നെയാണ്. അപ്പോൾ കാഫിറിനെ നിർണയിച്ച് ലഅന ചെയ്യാൻ പാടില്ല എങ്കിൽ കുഫറല്ലാത്ത ഇതര പാപങ്ങൾ ചെയ്ത വ്യക്തികൾ, അത് വൻപാപമാകട്ടെ ചെറുപാപമാകട്ടെ, അവരും ലഅന ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ഇവിടെ വ്യക്തമാണ്. ഇവിടെ ഒരു ചരിത്രം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ജരീർ ഇബ്നു അബ്ദില്ല അൽ ബജലി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ മദീന വിട്ടുകിടക്കുന്ന സമയം ഞങ്ങളുടെ നേരെ ഒരാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് ആഗതമാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വ്യക്തിയെ കണ്ടു. അവിടുന്ന് പറഞ്ഞു, കഅന്ന ഹാദർ റാകിബ് ഇയ്യാക്കും യുരീദ്, ആ യാത്രികൻ നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ആ വ്യക്തി ഞങ്ങളുടെ അടുക്കലേക്ക് എത്തി. അയാൾ സലാം ഓതി, ഞങ്ങൾ ആ സലാം അടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, മിൻ ഐന അഖ്ബൽത, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ആഗതൻ പറഞ്ഞു, മിൻ അഹ്ലി വവലദി വ അഷീറത്തി, എൻ്റെ ഭാര്യ, മക്കൾ, കുടുംബം, അവരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഅൈന തുരീദ്, താങ്കൾ എവിടേക്കാണ് ലക്ഷ്യമാക്കുന്നത്? അപ്പോൾ ആഗതൻ, ഉരീദു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖദ് അസബ്തഹു, തിരുദൂതരെ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനാണ് തിരുദൂതർ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ആഗതൻ, യാ റസൂലല്ലാഹ് അല്ലിംനി മൽ ഈമാൻ, തിരുദൂതരെ ഈമാൻ എന്തെന്ന് എന്നെ പഠിപ്പിച്ചാലും. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമുസ് സ്വലാഹ് വ തുഅ്തിസ് സകാഹ് വ തസൂമു റമദാൻ വ തഹജ്ജുൽ ബൈത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം നിർവഹിക്കാൻ പറഞ്ഞു. നിസ്കാരം നേരെ ചൊവ്വെ നിലനിർത്താൻ പറഞ്ഞു. സക്കാത്ത് നൽകി വീട്ടാൻ പറഞ്ഞു. റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു. കഅബത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള വിഷയങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഈമാൻ എന്ന് പഠിപ്പിച്ചു. നമുക്കറിയാം, ഈമാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഈമാനും ഇസ്ലാമുമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ അവിടെ ഇസ്ലാമും ഈമാനും ഉദ്ദേശമാണ്. അൽ ഈമാൻ, അൽ ഇസ്ലാം എന്നിവ ഒന്നിച്ചു വരുമ്പോഴാണ്
ഈമാൻ കൊണ്ട് ഉദ്ദേശം വിശ്വാസകാര്യങ്ങളാണ്, ഇസ്ലാം കൊണ്ടുള്ള ഉദ്ദേശം കർമ്മകാര്യങ്ങളാണ് എന്ന് വരുന്നത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വ്യക്തിയെ ഇത് പഠിപ്പിച്ചു. അയാൾ ഖദ് അഖ്റർതു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ജരീർ ഇബ്നു അബ്ദില്ലാ അൽ ബജലി പറയുകയാണ്, ഈ വ്യക്തിയുടെ ഒട്ടകത്തിൻ്റെ കാൽ എലികളുടെ മാളത്തിൽ കയറിപ്പോയി. അതോടെ എന്ത് സംഭവിച്ചു? ഫഹവ ബഈറുഹു വഹവർ റജുൽ, ആ വ്യക്തിയുടെ ഒട്ടകം ചെരിഞ്ഞു വീണു, ആ വ്യക്തിയും വീണു. ഫവഖ അല ഹാമതിഹി എന്നാണ്, ആ വ്യക്തി തൻ്റെ മൂർദാവിൽ കുത്തി വീണു. ഫമാത്ത്, അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഉടൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അലയ്യ ബിർ റജുൽ, ആ വ്യക്തിയെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കൂ. ഉടൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹും ഹുദൈഫ ഇബ്നുൽ യമാനും ആ വ്യക്തിയുടെ അടുക്കലേക്ക് തത്രപ്പെട്ടു. അങ്ങനെ അവരിരുവരും അദ്ദേഹത്തെ പിടിച്ചിരുത്തി. അവർ രണ്ടുപേരും പറഞ്ഞു, യാ റസൂൽ അല്ലാഹ് ഖുബിദർ റജുൽ, തിരുദൂതരെ, ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിരുവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് തൻ്റെ മുഖം തിരിച്ചു. എന്നിട്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ റഅയ്തുമാ യുറാദി അനിർ റജുൽ ഫഇന്നി റഅയ്തു മലക്കൈനി യദുസ്സാനി ഫീഹി മിൻ സിമാരിൽ ജന്ന, നിങ്ങൾ ഇരുവരിൽ നിന്നും ഞാൻ മുഖം തിരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ആ സമയം എന്തിനാണ് മുഖം തിരിച്ചത്? 2 മലക്കുകൾ ആ വ്യക്തിയുടെ വായിൽ സ്വർഗത്തിലെ പഴങ്ങൾ നൽകുന്നത് ഞാൻ കാണുകയുണ്ടായി. ഫഅലിംതു അന്നഹുമാ തജാഇഅൻ, മലക്കുകൾ അദ്ദേഹത്തിന് പഴം നൽകുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം വിശന്ന് പൊരിഞ്ഞാണ് മരണപ്പെട്ടതെന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ വിഷയത്തിൽ ഒരായത്തോതി, ഹാദാ വല്ലാഹു മിനല്ലദീന ഖാല അല്ലാഹു അസ്സ വജൽ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന ആയത്ത്, സൂറത്ത് അൻആമിലെ 82-ാം ആയത്ത്. അതോതി, അഥവാ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഈമാനിൽ യാതൊരു ദുൽമും കലർത്താതിരിക്കുകയും ചെയ്തവർ, ഷിർക്കിൻ്റെ ലാഞ്ചന്യമില്ലാത്ത ഈമാൻ ഉൾക്കൊണ്ടവർ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വം, വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം സിദ്ധിച്ചവർ. ഈ ആശയത്തിൽ ആ ആയത്തോതി. പിന്നെ അവിടുന്ന് പറഞ്ഞു, ദൂനക്കും അഹാക്കും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സ്വീകരിക്കൂ, അദ്ദേഹത്തെ സംസ്കരിക്കാനുള്ള അറിയിപ്പാണ്. അങ്ങനെ ജരീർ ഇബ്നു അബ്ദില്ല പറയുന്നത്, ഫഹ്തമൽനാഹു ഇലൽ മാ ഫഗസ്സൽനാഹു വഹന്നത്നാഹു വകഫന്നാഹു വഹമൽനാഹു ഇലൽ ഖബർ, ഞങ്ങൾ ആ വ്യക്തിയെ എടുത്തു വെള്ളത്തിനരികിലേക്ക്, എന്നിട്ട് കുളിപ്പിച്ചു, അദ്ദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ചു, കഫൻ ചെയ്തു, ഖബറിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ വഹിക്കുകയും ചെയ്തു. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഖബറിനെ വക്കിലിരുന്നു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ലഹദായിട്ട് ഖബറൊരുക്കുക, ഷക്കായിട്ടല്ല. ലഹദ് നമുക്കുള്ളതാണ്, നമ്മളല്ലാത്തവർക്കാണ് ഷക്ക് എന്നൊക്കെ അവിടുന്ന് അറിയിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ലഹദും ഷക്കുമൊക്കെ വിശദമാക്കപ്പെടേണ്ട ഒരു മസലയാണ്. പക്ഷേ നമ്മുടെ വിഷയം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യമാക്കി വന്ന ഈ ആഗതൻ, അല്ലിംനി മൽ ഈമാൻ, ഈമാൻ എന്തെന്ന് എന്നെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ വ്യക്തി ഈമാൻ കേട്ട് ഉൾക്കൊണ്ടു. ഖദ് അഖ്റർതു, ഞാൻ സമ്മതിച്ചു, അംഗീകരിച്ചു എന്ന് പറഞ്ഞ മാത്രയിലാണ് അയാളുടെ മരണം. അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം സാക്ഷ്യം മൊഴിയാൻ, സത്യം അംഗീകരിക്കാൻ അള്ളാഹു ഭാഗ്യം കനിഞ്ഞ വ്യക്തിയാണ് അയാൾ. ഈമാൻ കേട്ടതിന് ശേഷം ഖദ് അഖ്റർതു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഉടനെ മരണത്തിന് കീഴ്പ്പെട്ട ആ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് നമ്മളിവിടെ പ്രത്യേകം വായിക്കേണ്ടത്. വമാതു വഹും കുഫാർ, അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളെയും, വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ലാൻ ചെയ്യുക എന്നത് അനുവദനീയമല്ല എന്ന് പണ്ഡിതന്മാർ നമ്മുടെ ഈ ആയത്ത് ഉദ്ധരിച്ച് ഉണർത്തി. ആ ആശയത്തെ ബലപ്പെടുത്തുന്ന ചരിത്രസാക്ഷ്യമാണ് ഇത്. ഇതുപോലത്തെ വേറെയും ധാരാളം സംഭവങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച വചനം തുടർന്നുള്ള 162-ാം വചനമാണ്. അതിനാൽ ഇനിയും ഈ വിഷയത്തിൽ ചരിത്രങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ് നിർത്തിയപ്പോൾ പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തും അദാബുമൊക്കെ എങ്ങനെ, എത്രത്തോളം, അതാണ് 162-ാം വചനം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ്. ആ ഒരായത്തിൻ്റെ വിധിയും തേട്ടവുമാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത്. അള്ളാഹു പറയുന്നു, ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻദറൂൻ. ഖാലിദീന ഫീഹ, അവർ അതിൽ ശാശ്വത വാസികളായിക്കൊണ്ട്. അവർ അതിൽ എന്ന് പറഞ്ഞാൽ ആര്, ഏതിൽ? ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ, അറിഞ്ഞ സത്യം
പൂഴ്ത്തിയും മൂടിയും അവിശ്വാസത്തിൽ തുടർന്ന് ആ അവിശ്വാസത്തിൽ മരണപ്പെട്ട ആളുകൾ അവർ നിത്യനിവാസികളായിരിക്കും. ഖാലിദീൻ ഫീഹ, അതിൽ എന്ന് പറഞ്ഞാൽ ഫില്ലാന, അവർക്ക് നേരെയുള്ള ലാനത്തിൽ. ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ എന്ന് പറഞ്ഞ ആ ലാനത്തിൽ. ഇവിടെ ഖാലിദീന ഫീഹ എന്നതിൽ, ഫീഹ അതിൽ എന്ന് പറഞ്ഞാൽ ഫിൽ ലാനത്തി, ഇപ്പറയപ്പെട്ട ലാനത്തിൽ അവർ നിത്യനിവാസികളായി എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലാനത്തല്ല ഉദ്ദേശം, ആ ലാനത്ത് അനിവാര്യമാക്കുന്ന നരക ശിക്ഷയാണ് ഉദ്ദേശം എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ലാനത്തിൻ്റെ ഫലം എന്താണ്? ലാനത്തിനാൽ എന്താണ്? അത് അദാബാണ്. ഏത് അദാബ്? നരകമാകുന്ന അദാബ്. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നൽ ഖുലൂദ ഫിൽ ലഅന, ലഅനത്തിൽ ശാശ്വതവാസം എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അനിൽ ഖുലൂദി ഫി അസരിഹ, ആ ലഅനത്തിൻ്റെ ഫലമായിട്ടുള്ള വിഷയത്തിലുള്ള ഖുലൂദിനെയാണ് അറിയിക്കുന്നത്. അതിനുള്ള പ്രയോഗമാണത്. ലഅനത്തിൻ്റെ അസർ എന്താ? വഹുവന്നാർ, അത് നരകത്തീയാണ്. അത് നരകത്തീയാണെന്നുള്ളതിന് തെളിവുണ്ട്. അതെന്താണ്? ബിഖരീനത്തി ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, ഈ ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു ചേർത്ത് പറഞ്ഞല്ലോ. ഖാലിദീന ഫീഹ ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. അപ്പോൾ ഇവിടെ ലാനത്ത് കൊണ്ട് ഉദ്ദേശം നരകമാണ്. ലാനത്തിനെ തുടർന്നുള്ള നരകമാകുന്ന അദാബാണ്. കാരണം ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞ് ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, ഈ ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു ചേർത്ത് പറഞ്ഞത് തെളിവാണ്. ഇവിടെ ഉദ്ദേശം അദാബുന്നാർ, നരകത്തിൻ്റെ ശിക്ഷയാണ് എന്നതിന്. എന്ന് മാത്രവുമല്ല, ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞാൽ നരകത്തീയിൽ അവർ ശാശ്വതവാസികളാണ് എന്നതാണ് ഇവിടെ ഉദ്ദേശം. ലഅനത്തിൽ ശാശ്വതവാസികളാണ് എന്നല്ല എന്നതിന് തെളിവായി മുഫസ്സിരീങ്ങളിൽ പലരും പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ ഖാലിദീന ഫീഹ എന്നും ഖാലിദീന ഫീഹ അബദ എന്നുമൊക്കെ പലയിടത്ത് വന്നിട്ടുണ്ട്. അവിടെയൊക്കെയും ഒന്നുകിൽ സ്വർഗത്തിലുള്ള ശാശ്വതവാസമാണ്, അല്ലെങ്കിൽ നരകത്തിലുള്ള ശാശ്വതവാസമാണ്. നമ്മൾ വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വായിക്കും ഖാലിദീന ഫീഹ എന്ന്. ഒന്നുകിൽ ജന്നത്തിലുള്ള നിത്യവാസം, അല്ലെങ്കിൽ ജഹന്നമിലുള്ള നിത്യവാസം. ഇതാണ് പണ്ഡിതന്മാരുടെ ഭാഷയിൽ ഹുവൽ മഅഹൂദ് ഫിൽ ഖുർആൻ, ഖുർആനിൽ അറിയപ്പെട്ടതും സുപരിചിതവുമായിട്ടുള്ള ശൈലി. അതുകൊണ്ട് ഇവിടെയും ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞാൽ നരകത്തീയിൽ, നരകശിക്ഷയിലുള്ള നിത്യവാസം, അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അവിടെ ഫീഹ എന്നതിൽ സർവനാമമുണ്ട് ദമീർ. അത് എവിടേക്ക് മടങ്ങും? തൊട്ടു മുമ്പ് പറഞ്ഞ വിഷയത്തിലേക്കല്ലേ അതിൻ്റെ മടക്കമുണ്ടാവുക. തൊട്ടു മുമ്പ് പറഞ്ഞതാകട്ടെ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ലഅനത്ത് അവരിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അവിടെ ലഅനത്താണല്ലോ പറയപ്പെട്ടത്. അതുകൊണ്ട് ലഅനത്തിൽ അവർ നിത്യവാസികളായിരിക്കും എന്ന് ചിലർ പ്രതികരണം പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലി, ഒരു വിഷയം സുവിദിതമാണ്, സുപ്രസിദ്ധമാണ്, അറിയപ്പെട്ടതാണ് എങ്കിൽ അത് പറയപ്പെട്ടിട്ടില്ലെങ്കിലും സർവനാമം ദമീർ അതിലേക്ക് മടങ്ങും വിധം ഭാഷയിൽ പ്രയോഗിക്കും, വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ചും. ഉദാഹരണമായി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഇവിടെ ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം അതിനെ അവതരിപ്പിച്ചു, അൻസൽനാഹു അതിനെ അവതരിപ്പിച്ചു, ഫീ ലൈലത്തിൽ ഖദ്ർ, ഖദറിൻ്റെ രാവിൽ. ഇവിടെ അതിനെ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഹു എന്നുള്ള ആ സർവനാമം ദമീർ എവിടേക്കാണ് മടങ്ങുന്നത്? വിശുദ്ധ ഖുർആൻ. അത് മുമ്പ് പറയപ്പെട്ടിട്ടില്ല, പക്ഷെ അതറിയപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനെ നാം ഇറക്കി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്നത് അൽ ഖുർആൻ എന്നോ അൽ കിതാബ് എന്നോ മുമ്പ് പറയപ്പെട്ടിട്ടില്ലെങ്കിലും അതിനെ അറിയിക്കുന്ന ദമീർ പറയുമ്പോൾ ദമീർ മടങ്ങാനുള്ള ആ ഇസ്ം അതറിയപ്പെട്ടതാണെങ്കിൽ അതവിടെ പറഞ്ഞോളണമെന്നില്ല എന്നതാണ് തത്വം. അതേപോലെയാണ് ഇവിടെയും ഖാലിദീന ഫീഹ എന്നതിൽ ദമീറിൻ്റെ അവസ്ഥ. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പറയപ്പെട്ടൊരു വിഷയമാണ് ഖാലിദീൻ എന്നത്, ഒന്നുകിൽ ജന്നത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ജഹന്നമിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം അറിയപ്പെട്ട കേസുകളിലൊക്കെ ദമീറുകൾ ഇങ്ങനെ പ്രയോഗിക്കപ്പെടും എന്ന് പ്രാമാണികർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെ ഇവിടെ ഉണർത്തിയെന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, ഈ പാപികളുടെ മേൽ അള്ളാഹുവിൻ്റെ ലഅനത്ത് ഭവിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിക്കപ്പെട്ടാൽ ആ ലഅനത്തേറ്റവർ നരകത്തീന് വിറകാവുകയല്ലാതെ
അവർക്ക് പിന്നെ എന്താണ് ഉണ്ടാവുക? അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടലാണ്, ആട്ടിയോടിക്കലാണ് ലഅനത്ത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതാണ് അള്ളാഹുവിൻ്റെ ജന്നത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൻതി റഹ്മതി അർഹമു ബികി മൻ അശാഉ മിൻ ഇബാദി. സ്വർഗത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അൻതി റഹ്മതി, നീ എൻ്റെ റഹ്മത്താണ്. അർഹമു ബികി മൻ അശാഉ മിൻ ഇബാദി, എൻ്റെ ദാസന്മാരിൽ ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നിലൂടെ ഞാൻ കരുണ കാണിച്ച് കരുണയേറ്റി അനുഗ്രഹിക്കുമെന്ന്. നരകത്തോട് പറഞ്ഞു, അൻതി അദാബി, നീ എൻ്റെ അദാബാണ്, ശിക്ഷയാണ്. ഉഅദ്ദിബു ബികി മൻ അശാഉ മിൻ ഇബാദി, ഞാൻ ഉദ്ദേശിക്കുന്ന അടിയാന്മാരെ നിന്നിലൂടെ ഞാൻ ശിക്ഷിക്കുമെന്ന്. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് നമ്മളെല്ലാം അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പോൾ ഇവിടെ അൻതി റഹ്മതി, സ്വർഗത്തിനോട് അള്ളാഹു പറയുകയാണ്, നീ എൻ്റെ റഹ്മത്താകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടാൽ, അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്ത് ഭവിച്ചാൽ, പിന്നെ അവർക്കെന്തില്ല? ജന്നത്തില്ല. അവർക്കുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ അദാബാണ്. അള്ളാഹുവിൻ്റെ അദാബ് അതാണ് അന്നാർ. അൻതി അദാബി, നരകത്തിനോടല്ല പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇവിടെ ഈ ഖാലിദീന ഫീഹ എന്നിടത്ത് ലഅനത്തിൽ നിത്യനിവാസികൾ എന്ന് പറഞ്ഞാലും നരകത്തിയാകുന്ന അദാബിൽ നിത്യനിവാസികൾ എന്ന് പറഞ്ഞാലും രണ്ട് വാക്കുകളും അഭിപ്രായങ്ങളും പൂരകങ്ങളാണ്, ഒരേ ആശയത്തിലെന്ന പോലെയാണ്. കാരണം അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്തേറ്റാൽ, അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ, അത് നരകപ്രവേശനത്തെ തേടുന്നു. നരകത്തിൽ പ്രവേശിച്ചാൽ ഇത്തരം പാപികൾ നരകത്തിൽ ശാശ്വതമാകുന്നതിനെ, നിത്യശിക്ഷയ്ക്ക് വിധേയമാകുന്നതിനെ തേടുന്നു എന്നുള്ളതാണ്. അള്ളാഹു നരകത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ ഖാലിദീന ഫീഹ, ഇത്തരം കുഫാറുകൾ അള്ളാഹുവിൻ്റെ ലഅനത്തിലും അദാബിലും നിത്യനിവാസികളായ അവസ്ഥയിൽ തുടരും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അവർക്കുള്ള ശിക്ഷ എത്ര? അവർക്കുള്ള ശിക്ഷ ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ്. നിത്യനിവാസികളായിക്കൊണ്ടുള്ള ശിക്ഷയാണ്. ഇനി അത് എങ്ങനെ? അതാണ് ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടാത്ത വിധം. അദാബിൻ്റെ തഖ്ഫീഫ്, ലഘൂകരിക്കപ്പെടൽ എന്ന വിഷയം നമുക്കിവിടെ മുൻപ് വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 86-ാം വചനത്തിൻ്റെ തഫ്സീറിൽ ഉലൈക അല്ലദീന ഇശ്തറൗൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറഹ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻസറൂൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇവിടെ കൂടുതൽ പരത്തി പറയുന്നില്ല. പക്ഷേ വിഷയത്തിൻ്റെ ഗൗരവം പഠിതാക്കൾ, ശ്രോതാക്കൾ ഓർക്കുന്നതിന്, പഠിച്ചത് ഒന്ന് പാഠമാക്കുന്നതിന് ചില സൂചനകൾ അനിവാര്യമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗം, അള്ളാഹുവിൻ്റെ അദാബിൽ തഖ്ഫീഫ്, ലഘൂകരണം ഉണ്ടാവുകയില്ല എന്നുള്ള വിഷയം, അത് പലയിടത്താണ് ആവർത്തിച്ചിട്ടുള്ളത്. ആ ആവർത്തനം അത് ആളുകൾ അടിക്കടി ഓർത്തിരിക്കേണ്ട ഗൗരവപ്പെട്ട വിഷയമാണ് എന്നതിനാലാണ്. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ എന്നിങ്ങനെ അല്ലാഹു നാറു ജഹന്നം, അതിലെ ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. വഖാല അല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നമ ദുഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. ഇത് ഈ വിഷയത്തിൽ മറ്റൊരായത്താണ്. ഇവിടെ നരകത്തിയിൽ കത്തിക്കപ്പെടുന്നവർ, കരിക്കപ്പെടുന്നവർ ഖസനത്തു ജഹന്നമിനോട്, നരകത്തീയിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് നിങ്ങളുടെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്തിനാണ് മലക്കുകൾ അവരുടെ നാഥനോട് ദുആ ചെയ്യേണ്ടത്? യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ശിക്ഷ ഒരു നാളെങ്കിലും തങ്ങളെ തൊട്ടൊന്ന് ലഘൂകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, റബ്ബ് ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ്, കുറക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഈ നരകത്തിൽ കത്തുന്നവർ, അവർക്കറിയാം തങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ കാരണത്താൽ ഈ ശിക്ഷ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെടുകയില്ല, എടുക്കപ്പെടുകയില്ല എന്നുള്ളത്. അവർക്കതൊന്ന് അല്പം ലഘൂകരിച്ച് കിട്ടാൻ, ഒരു ദിനമെങ്കിലും കുറഞ്ഞു കിട്ടാനുള്ള തേട്ടമാണ് അവരുടേത്. അതിനവർ മലക്കുകളോട് അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് റബ്ബിനോട് നേരിട്ട് അഭ്യർത്ഥിക്കുവാൻ യോഗ്യതയും അർഹതയുമില്ല എന്നുള്ളത് അവർക്ക് നന്നേ ബോധ്യമാണ്. അതുകൊണ്ടാണ് മലക്കുകളോട് അവർക്ക് എഴുന്നത്. പക്ഷേ മലക്കുകൾ ഞങ്ങളുടെ നാഥനോട് നിങ്ങൾക്ക് വേണ്ടി കേഴാം എന്നല്ല പ്രതികരിക്കുന്നത്. പിന്നെയോ
ഖാലൂ അവലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, നിങ്ങളുടെ ദൂതന്മാർ റസൂലുമാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വചനങ്ങളുമായി നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുക. അപ്പോൾ ഖാലൂ ബല, ഈ നരകത്തിൻ്റെ വിറകുകളായ മനുഷ്യർ അതേ എന്ന് പറയും. അപ്പോൾ മലക്കുകൾ പറയും ഖാലൂ ഫദ്ഉ വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, എങ്കിൽ നിങ്ങൾ ദുആ ചെയ്തോളൂ. അവിശ്വാസികളുടെ ദുആ അത് പാഴ്വേല മാത്രമാണ്, വഴികേട് മാത്രമാണ്, സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുമെന്നാണ്. സഹോദരന്മാരെ, എത്ര ഗൗരവപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ ഈ വചനം. ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബ് എന്നത് പഠിപ്പിക്കുന്നത്. നരകത്തിൽ ശിക്ഷ വിധിക്കപ്പെട്ട അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും ലഘൂകരിക്കപ്പെട്ട ശിക്ഷ, അതിലേറ്റവും കുറഞ്ഞ ശിക്ഷ, അതിൽ പിന്നീട് കുറവല്ല വരുന്നത്, അതിൽ പിന്നീട് കൂടുതൽ ശിക്ഷയാകുന്നു. ആ ശിക്ഷയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമ റജുലുൻ തൂദഉ ഫീ അഖ്മസി ഖദമൈഹി ജംറതാൻ, നരകാർഹരിൽ അന്ത്യനാളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അതൊരു വ്യക്തിക്കാണ്. അയാളുടെ 2 കാൽ മടമ്പുകളിൽ 2 തീക്കനലുകൾ വെക്കപ്പെടും എന്നാണ്. അഹ്മസ് ഖദമൈഹി എന്ന് പറയുമ്പോൾ ഒരാൾ ചെരുപ്പില്ലാതെ നടക്കുകയാണെങ്കിൽ കാൽപാദത്തിൽ മണ്ണിൽ തട്ടുന്ന സ്ഥലമാണ്, ഉള്ളംകാലിൽ മണ്ണിൽ തട്ടുന്ന സ്ഥലം, അവിടെ തീക്കനൽ വെക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലിൽ മിർജൽ, ചട്ടിയിൽ എണ്ണ തിളക്കുന്നത് പോലെ അവൻ്റെ തലച്ചോർ അതിനാൽ തിളക്കുമെന്നാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. മാ യറാ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബൻ വ ഇന്നഹു ലഅഹ്വനുഹും അദാബൻ എന്നാണ്. അയാളാണ് ഏറ്റവും നരകത്തിൽ ശിക്ഷ കുറഞ്ഞയാൾ, പക്ഷേ അയാൾ തന്നെക്കുറിച്ച് വിചാരിക്കുന്നത് താനാണ് ഏറ്റവും കൊടിയ ശിക്ഷ അനുഭവിക്കുന്നവൻ എന്നാണ്. നോക്കൂ നിങ്ങൾ, നിസ്സാരമായ ശിക്ഷ അത് തുടങ്ങുന്നത് ഇവിടെയാണ്, ഇങ്ങനെയാണ്. പിന്നെ ആ ശിക്ഷയുടെ തുടർച്ചയിൽ ലഘൂകരിക്കപ്പെടലില്ല. പിന്നെ എന്താണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യുദാഅഫു ലഹുമുൽ അദാബു വയഖ്ലുദു ഫീഹി മുഹാന, അദാബിനെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുക, അദാബിൽ നിന്യനായി നിസ്സാരമായി നിത്യവാസിയാവുകയാണ് ചെയ്യുക. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ് ബിമാ കാനൂ യുഫ്സിദൂൻ, അവിശ്വസിച്ചവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞിരുന്നവർ, സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്, ശിക്ഷയ്ക്ക് മീതെ ശിക്ഷയെ അവർക്ക് നാം ഏറ്റിക്കൊടുക്കും. ബിമാ കാനൂ യുഫ്സിദൂൻ, അവർ കുഴപ്പമുണ്ടാക്കിയത് കാരണത്താലാണ് അവർക്ക് ഈ ശിക്ഷ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം മുദാഅഫത്ത്, അതേപോലെ സിയാദത്ത്, ഇതാണ് അവിടെ ശിക്ഷയിലുള്ളത്. തഖ്ഫീഫ് ഇല്ല. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല എന്നാണ്. അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിഷയത്തിൽ സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ സൂറത്ത് നഹ്ലിലെ 88-ാം ആയത്താണ് പറയുന്നത്, സീദു അഖാരിബൻ അനിയാബുഹാ കന്നഖ്ലി ത്തിവാൽ എന്നാണ്. ഈ ശിക്ഷ അത് തേളുകളെ നൽകിക്കൊണ്ടുള്ള ശിക്ഷയാണ്. ആ തേളുകളുടെ തേറ്റകൾ, കൊമ്പുകൾ നീളമുള്ള ഈത്തപ്പനകൾ കണക്കെയായിരിക്കും. അത് അവർക്ക് നേരെ ഏറെയേറെ ശിക്ഷയെന്നോണം എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ, അബൂ യഅല അവിടുത്തെ മുസ്നദിൽ നിവേദനം ചെയ്യുന്ന സഹീഹായ സനദോടുകൂടിയുള്ള തഫ്സീറാണ് ഇത്. നരകവാസികൾ തങ്ങൾക്കുള്ള ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതിന് വേണ്ടി യാചിക്കുന്ന ഒരു വിഷയം യസീദ് ബിൻ ഷജറ അർ-റഹാവി പ്രസംഗിച്ചത് താബിഈ പണ്ഡിതനായ ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ച ഷാമിൻ്റെ അമീറന്മാരിൽ ഒരാളായിരുന്നു ഈ യസീദ് ബിൻ ഷജറ. അദ്ദേഹം പ്രസംഗിച്ചത് കേട്ട മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അത് ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ്: ഇന്നലി ജഹന്നമ സാഹിലൻ കസാഹിലിൽ ബഹർ, ജഹന്നമിന്, നരകത്തിന് തീരമുണ്ട്, സമുദ്രതീരം പോലെ. ഫീഹി ഹവാമുൻ വഹയ്യാതുൻ കന്നഖൽ, ആ തീരത്ത് വിഷജന്തുക്കളുണ്ട്, പാമ്പുകളുണ്ട്, ഒക്കെയും ഈത്തപ്പനകൾ കണക്കെയാണ് വലുപ്പത്തിൽ. വ അഖാരിബു കൽ ബിഗാൽ, കോവർ കഴുത കണക്കെയുള്ള തേളുകളും ആ തീരങ്ങളിലുണ്ട്. ഫൈദസ്തഗാസ അഹ്ലു ജഹന്നം അൻ യുഖഫഫ അൻഹും, നരകത്തിലുള്ളവർ തങ്ങൾക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടാൻ രക്ഷാതേട്ടം നടത്തിയാൽ ഖീല, അവരോട് പറയപ്പെടും, ഉഖ്റുജു ഇല സാഹിൽ, നരകത്തിൻ്റെ തീരത്തേക്ക് പുറപ്പെട്ടോളൂ എന്ന്.
ഫയഖ്റുജൂൻ, അപ്പോൾ നരകത്തീയിൽ നിന്ന് ഈ തീരങ്ങളിലേക്ക് നരകവാസികൾ പുറത്തു വരും. അതോടെ ഫയഖുദുൽ ഹവാമു ബിശിഫാഹിഹിം വവുജൂഹിഹിം വമാശാ അല്ലാഹ് ഫയക്ഷിഫുഹും. തീരമണഞ്ഞ ഈ നരകവാസികളെ, അവിടെയുള്ള വിഷജന്തുക്കൾ അവരുടെ ചുണ്ടുകളിലും മുഖങ്ങളിലും അള്ളാഹു ഉദ്ദേശിച്ച ഇടങ്ങളിലെല്ലാം അവരെ കൊത്തിവലിക്കും, പിടികൂടും, അവരെ തീരത്തേക്ക് വലിച്ചിടും. അതോടുകൂടി ഫയസ്തഗീസൂന ഫിറാറൻ മിൻഹാ ഇലന്നാർ, ഈ തീരമണഞ്ഞവർ ഈ വിഷജീവികളിൽ നിന്ന് ഓടി നരകത്തിലേക്ക് തന്നെ സഹായം തേടി മടങ്ങും. വയുസല്ലിതു അലൈഹിമുൽ ജറബ, ഈ നരകവാസികളുടെ മേൽ അള്ളാഹു ചൊറിക്ക് ആധിപത്യമരുളും എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് അള്ളാഹു ചൊറി ഉണ്ടാക്കും. ഫയഹിക്കു വാഹിദത്തുൻ ജിൽദഹു ഹത്താ യബ്ദുവൽ അദ്മ എന്നാണ്. ആ ചൊറിയേറ്റാൽ തൻ്റെ എല്ല് കാണുവോളം അതേറ്റവൻ ചൊറിയും. അപ്പോൾ അവനോട് ചോദിക്കും, യാ ഫുലാൻ ഹൽ യുദീക ഹാദ, അല്ലയോ മനുഷ്യ നിനക്കിത് ഉപദ്രവമാകുന്നുണ്ടോ? അപ്പോൾ അയാൾ പറയും നഅം, അതെ. അപ്പോൾ ഈ ചോദ്യകർത്താവ് പറയുന്നത് ദാലിക ബിമാ കുൻത തുഅ്ദിൽ മുഅ്മിനീൻ, ആ വിശ്വാസികളെ നീ ഉപദ്രവിച്ചത് കാരണത്താലാണ് നിനക്ക് ഈ ഉപദ്രവം എന്ന്. സഹോദരന്മാരെ, ഇതൊക്കെ ഇവിടെ ഉണർത്തിയത് ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവരെ തൊട്ട് ഈ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല എന്ന ആയത്തിൻ്റെ ആശയം, അതിൻ്റെ ഗൗരവം നാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നരകത്തി അതിന് കടുപ്പം കൂടുകയല്ലാതെ, ശിക്ഷയുടെ അളവ് ഏറുകയല്ലാതെ അതിൽ ഒരിക്കലും ലഘൂകരണം ഇല്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പറഞ്ഞു, പല വചനങ്ങളിൽ. അതിലൊരു വചനമാണ് നമ്മൾ ഈ പഠിക്കുന്നതായ മഹൽ വചനം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തിൻ്റെ അവസാന ഭാഗം വലാഹും യുംബറൂൻ എന്നത് ചില മസ്അലകൾ, ചരിത്രങ്ങൾ, പരലോക സംബന്ധിയായ വിഷയങ്ങൾ ഒക്കെ പഠിക്കുവാനുള്ള ഒരു ഭാഗമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്കത് തുടർന്ന് പഠിക്കാം. 163 ആയത്തും പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.